extremely honored to have a very UAE. നമുക്ക് പലപ്പോഴും പേരൻസിനാണെങ്കിലും ശരി കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും വലിയ കൺഫ്യൂഷൻസ് വരാറുള്ള ഒരു മേഖലയാണ് ഈ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇപ്പോൾ +2 അല്ലെങ്കിൽ ഈ +2 ശേഷം ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം, അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. പ്രത്യേകിച്ചും ഈ കൺവെൻഷണൽ പരിപാടികളൊക്കെ തന്നെ മാറിയല്ലോ, പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള കോഴ്സുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ ആധികാരികമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് അഹമ്മദ് റാഫി ബീഫഴി, കോ ചെയർമാൻ ആൻഡ് CEO ഓഫ് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ, റാസൽ ഖൈമാണ്. വെൽക്കം സർ, വെൽക്കം ടു ദിൽസെ മോർണിംഗ്. സർ, ആക്ച്വലി നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം പ്രത്യേകിച്ചും ഈ അഡ്മിഷൻ്റെ ഒക്കെ സമയമാണല്ലോ. യൂഷ്വലി നമുക്ക് ഒരു മലയാളികൾക്കുള്ള ഒരു അല്ലെങ്കിൽ നമുക്ക് അതിന് മുന്നേ വേറൊരു കാര്യം പറയണം കേട്ടോ. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ലൈവ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പാരൻസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെഷൻ കാണാവുന്നതാണ് അവിടെ ലൈവായിട്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും അഡ്മിഷൻ ടൈമിംഗ് ആണല്ലോ. ഈ ഒരു സമയത്ത് യൂഷ്വലി കണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ ചിന്താഗതി പാരൻസിന് മാറി തുടങ്ങിയിട്ടില്ല. ഒരു ടിപ്പിക്കൽ ചിന്താഗതി ഉണ്ടായിരുന്നു. അതായത് നാട്ടിൽ പഠിപ്പിക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗിനോ മെഡിക്കലിനോ പഠിപ്പിക്കണം. ആ ഒരു ചിന്താഗതിയൊക്കെ ഇപ്പോൾ മാറി വരുന്നില്ലേ ഒരുപാട് പേരില്? ഇവിടെ എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിൽ ആ ട്രെൻഡ് മാറി വരുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റിയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സിനുള്ളൊരു പിന്നെ ക്രേസാണ്. ഇവിടെ പലർക്കും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അവർക്ക് അവരുടേതായ സ്പെസിഫിക് സെഗ്മെന്റിലോട്ട് പോകണം എന്നുള്ളതാണ്. UAE പൊതുവെ പിന്നെ നാട്ടിൽ പോയിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയിട്ട് ക്ലിയർ ആക്കാന്നുള്ളത് ഒരു പിന്നെ വലിയ UAE പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ കുട്ടികൾ കൂടുതലും they have a number of options to study for medical science. മറ്റുള്ള പല കൺട്രീസിലും ഇതിനുള്ള ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് പലരും അങ്ങോട്ടാണ് പോകുന്നത്. മറ്റൊന്ന് അവർ മറ്റുള്ള കൺട്രീസിൽ പോയിട്ട് പിന്നെ മെഡിസിൻ കഴിഞ്ഞിട്ട് UAE വരികയാണെങ്കിൽ ലൈക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന പോലെ തന്നെ they have to do the MOE മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ എക്സാം എഴുതിയാൽ മതിയല്ലോ. ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു പിന്നെ എക്സാം എഴുതണം. അത് കുറച്ച് ടഫാണ്. മനസ്സിലായി. നമ്മുടെ യൂണിവേഴ്സിറ്റി, അതായത് വെസ്റ്റ് ലണ്ടൻ യൂണിവേഴ്സിറ്റി, റാസൽ ഖൈമ, അതുപോലെ തന്നെ ഷാർജ ബ്രാഞ്ചും ഒക്കെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമ്പോൾ, അതായത് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന വാല്യൂ അല്ലെ പ്രിഫറൻസസ് എന്തൊക്കെയാണ്? പൊതുവേ ഇവിടെ നമുക്കറിയുന്നതാണ് ഗൾഫ് കൺട്രീസിൽ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ പിന്നെ UK എഡ്യൂക്കേഷൻ, US എഡ്യൂക്കേഷന് ഒരു ക്രേസ് ഉണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് നാട്ടിൽ പിന്നെ ആക്ച്വലി വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റിക്ക് പിന്നെ ഇന്ത്യയിൽ ബ്രാഞ്ച് തുടങ്ങാനുള്ള ഓപ്ഷൻസ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് വെച്ചാൽ പിന്നെ ഏകദേശം ഒരു 3 വീക്സ് മുമ്പ് സൗത്ത് ആംപ്ടൺ യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വന്നു. ഒഫീഷ്യലി ഫസ്റ്റ് ടൈം ആണ് ഒരു UK യൂണിവേഴ്സിറ്റി. ആക്ച്വലി UGC നോംസ് പ്രകാരം ഓൾറെഡി ദേ ഹാവ് ഗിവൺ ദി അപ്രൂവൽ. ഫസ്റ്റ് ടൈം ആണ് ഒഫീഷ്യലി ഒരു UK ക്യാമ്പസ്, അതായത് ഒഫീഷ്യലി ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരുന്നത് ഇന്ത്യയിൽ. സൗത്ത് ആംപ്ടൺ യൂണിവേഴ്സിറ്റി ഗ്ലോബൽ റാങ്കിങ് ഇറ്റ് ഇസ് ഇൻ 100. സോ അതുപോലെ മറ്റുള്ള പല യൂണിവേഴ്സിറ്റിയും സ്ലോലി ഇന്ത്യയിൽ വരാൻ തുടങ്ങും. അങ്ങനെ കുട്ടികൾക്ക് പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ പോകാതെ ഇന്ത്യയിൽ തന്നെ ചെയ്യാന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ UGC നമുക്കൊരു അപ്രൂവൽ കാര്യം കൊടുക്കാത്തത് നമ്മുടെ നാട്ടില്? ഒരു പക്ഷേ ഇന്ത്യയിലത്തെ യൂണിവേഴ്സിറ്റി ഇതിൽ പ്രോബ്ലം എന്താ വെച്ചെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയിലാണെങ്കിൽ പോലും ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു ക്രേസ് ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ഫോറിൻ യൂണിവേഴ്സിറ്റി വരുമ്പോൾ ദർ കുഡ് ബി സ്റ്റിഫ് കോമ്പറ്റീഷൻ. അതുകൊണ്ടായിരിക്കാം. അതർ ഹാൻഡ് നമുക്കൊരു ബ്രെയിൻ ഡ്രെയിൻ ഒഴിവാക്കരുത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ. അത് ആക്ച്വലി ഒരു ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആയിരിക്കാം. പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വലിയൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലോബി വേറെ ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി അവർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അഡ്മിഷൻസ് ഡെയില്യൂട്ട് ആവുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവരും ശ്രമിക്കുന്നുണ്ടാവും. പിന്നെ യൂണിഫൈഡ് സിസ്റ്റം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ UGCന്റെ കീഴിൽ വരാണെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ ഒരു പക്ഷേ ബ്രേക്ക് ചെയ്യേണ്ടെന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കാം. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഗൾഫിലല്ലേ UAE ദുബായിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ വെസ്റ്റ് ലണ്ടനിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അല്ല, അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്, നല്ല ഫാക്കൽറ്റീസിനെ കിട്ടും. പിന്നെ ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതാണല്ലോ ബിസിനസ് സീക്രട്ട്. നിങ്ങൾ ക്വാളിറ്റി കൊടുത്താൽ ഇനിഷ്യലി നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു പിന്നെ ഫിനാൻഷ്യൽ സ്ട്രിഞ്ചൻസി വരാം. പക്ഷേ നിങ്ങൾ എഡ്യൂക്കേഷനിൽ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് ഇസ് എൻ ഓട്ടോമേറ്റഡ് ഒരു പ്രോഗ്രസ് ബിസിനോട്ട് വരികയാണ്. കുട്ടികൾക്ക് വേണ്ടത്, പാരന്റ്സിന് വേണ്ടത് ക്വാളിറ്റി. അപ്പോൾ നിങ്ങൾ ഇനിഷ്യലി എന്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, you will get it back. Definitely lifelong investment ആണ്. എനിക്ക് another thing is ഇപ്പോൾ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് one of the other criteria, of course നമുക്ക് ഫാക്കൽറ്റി നോക്കണം, പ്ലേസ്മെന്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. it also a lot depends on the peer group interaction also അല്ലേ സർ? because ഒരു മൾട്ടി കൾച്ചറൽ region ഡെവലപ്മെന്റ് കൂടിയാണല്ലോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എസ്പെഷ്യലി ദുബായ് പോലത്തെ ഒരു സിറ്റി, UAE പോലത്തെ ഒരു കൺട്രിയിലാണെങ്കിൽ ഒരു പിയർ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ഓൾസോ ഹാസ് എ ലോട്ട് ഓഫ് വാല്യൂ. അവിടെയും യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ
has those opportunities. അല്ല നമ്മളിപ്പോൾ പ്ലേസ്മെന്റ്സിൽ വളരെ സ്ട്രോങ് ആണ്. UWL യൂണിവേഴ്സിറ്റി വെസ്റ്റ് ലണ്ടൻ്റെ പ്ലേസ്മെന്റ്സിൽ വളരെ സ്ട്രോങ് ആണ്. പിന്നെ നമ്മളൊരു മോട്ടോ അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും വി ആർ ഇതുവരെ ഓൾമോസ്റ്റ് 100% സ്റ്റുഡൻസ് ഷുഡ് ഗെറ്റ് സം ഇന്റേൺഷിപ്പ്. അപ്പോൾ അത് യൂഷ്വലി ചില യൂണിവേഴ്സിറ്റി തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കും ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട്. ചില കേസിൽ സ്റ്റുഡൻസ് ഹാവ് ടു ടേക്ക് ബൈ ദംസെൽഫ്, അവർക്ക് തന്നെ പോയി ചെയ്യേണ്ടതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഇനിഷ്യേറ്റീവ് സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല. ഞങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഇനിഷ്യേറ്റീവ് വി ഹാവ് ഡെഡിക്കേറ്റഡ് പ്ലേസ്മെന്റ് സെൽ. അപ്പോൾ ആ പ്ലേസ്മെന്റ് സെല്ലിലൂടെ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പിന് പോകാൻ പറ്റും. ഇപ്പോൾ ഇതുവരെയുള്ള നമ്മളെ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി സ്റ്റുഡന്റ് ഹാസ് ഗോട്ട് ഇന്റേൺഷിപ്പ് ഫ്രം യൂണിവേഴ്സിറ്റി വെസ്റ്റ് ലണ്ടൻ. അല്ല നമ്മൾ യൂഷ്വലി ഇവിടെ പ്ലേസ്മെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ശരി, ഇവിടെ UAE-യിലുള്ള ബോൺ ആൻഡ് ബ്രോട്ട് ആയിട്ടുള്ള കുട്ടികളിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ ഇവിടുത്തെ കൾച്ചറുമായിട്ട് അഡാപ്റ്റഡ് ആയിരിക്കും, അവർ ഇവിടെ ആയിരിക്കും വളരുന്നത്. ഒരു +2 കഴിയുന്ന സമയത്ത് ഇവരെ നാട്ടിലേക്ക് അയക്കുക, ഒരു 3 വർഷം 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഇവിടേക്ക് തന്നെ വരുന്നു, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത് എന്നൊരു കൾച്ചറാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ അതേ സമയത്ത് തന്നെ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇവർ പഠിച്ചു വന്ന ഒരു രീതി അല്ലെങ്കിൽ ദ ക്ലാസ് ഓഫ് കാറ്റഗറി അവർ ഡീൽ ചെയ്ത് വന്നിരുന്നത്, അതിനകത്ത് നേരെ നമ്മുടെ നാട്ടിലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും വലിയ ഒരു മറുമരുന്ന് അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു പോംവഴി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടുത്തെ തന്നെ എത്രയും ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ വെസ്റ്റ് ലണ്ടനിലേക്ക് വരുന്ന സമയത്ത് സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഈ കൺവെൻഷണൽ കോഴ്സുകളല്ല നമ്മൾ ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ കറന്റ്ലി നമ്മൾ കോഴ്സ് ഇവിടെ ഉള്ളത് പിന്നെ ട്രഡീഷണൽ കോഴ്സ് ആണെങ്കിൽ പോലും പൊതുവെ UK യൂണിവേഴ്സിറ്റി വളരെ അപ്ഡേറ്റഡ് ആണ്. പിന്നെ മൊഡ്യൂൾസും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ഒക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ്. നമ്മളോട് ഓഫർ ചെയ്യുന്ന കോഴ്സ് വി ഡോണ്ട് ഹാവ് ടു മെനി കോഴ്സസ്. കോഴ്സ് വളരെ കുറവാണ്. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസും BSc സൈബർ സെക്യൂരിറ്റിയും ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ കോഴ്സ് വരിക. പിന്നെ ബാച്ചലർ ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. അപ്പോൾ അതിലുള്ള പിന്നെ ഗുണം എന്താ വെച്ചെങ്കിൽ ACCA 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടും. പിന്നെ ബിസിനസ് സ്റ്റഡീസ് പൊതുവെ MBA സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു UG പ്രോഗ്രാംസ് ആയിട്ട് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് വരും, ബിസിനസ് സ്റ്റഡീസ് വരും. PG MBA-യും MSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് MSc സൈബർ സെക്യൂരിറ്റി. ഇതാണ് നമ്മളുള്ള 7 കോഴ്സസ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയറിലൂടെ നമ്മൾ കൊണ്ടുവരാൻ പിന്നെ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഒന്ന് പിന്നെ BSc ഓണേഴ്സ് ഡാറ്റാ സയൻസും പിന്നെ BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഈ 2 പ്രോഗ്രാമാണ് നെക്സ്റ്റ് സെപ്റ്റംബറിലോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുന്നൊരു പ്രവണതയാണ്, ഇപ്പം നമ്മൾ ഒരു ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സാലറി പാക്കേജ് ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും കിട്ടുന്നില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് ഗ്രാജുവേറ്റ് ആകുമ്പോൾ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് തിങ്ക് ചെയ്യേണ്ടത്? കാരണം നമ്മുടെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്, പല ഫേംസ് ഉണ്ട്, അവിടേക്ക് നല്ല ബെസ്റ്റായിട്ട് പ്ലേസ് ചെയ്ത് നല്ലൊരു ഇൻകം കിട്ടണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർ അപ്പാർട്ട് ഫ്രം ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഓൾ? അല്ല, ഇവിടെ പൊതുവേ ഇപ്പം നാട്ടിൽ നമ്മൾക്ക് അറിയാവുന്നതല്ലോ, ഈവൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ശരി അല്ലെങ്കിൽ ശരി, അവിടെ ഒരു മെയിൻലി നമ്മളിപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ എന്താണ് നോക്കുക, ആൾക്കാരുടെ ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു അവരൊരു PSc എക്സാം UPSC എക്സാം എഴുതി, അങ്ങനെ അവർ ദേ ആർ ഗെറ്റിംഗ് എ പോസ്റ്റ്. അതിന് എത്രമാത്രം ഒരു കോമ്പിറ്റൻറ്റ് എന്നുള്ളൊരു ഇവാലുവേഷൻ അവിടെ വരുന്നില്ലുള്ളതാണ്. അപ്പോൾ പിന്നീട് അവർ പ്രൊമോഷൻ കിട്ടി ദേ വിൽ ബി റീച്ചിങ് ടു ഹയർ പൊസിഷൻ. ഇപ്പോൾ എത്രമാത്രമായി സെഗ്മെൻറ്റിൽ ആ ഏരിയയിൽ അവർക്ക് കോമ്പിറ്റൻസ് ഉണ്ടെന്ന് നാട്ടിൽ ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഇല്ല എന്ന് പറയാം. പുതുതായിട്ട് സ്കിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നു. UAE-യിൽ എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിൽ കാണാൻ പറ്റുന്നത് യു ഷുഡ് ബി സ്മാർട്ട് ഇനഫ്. നല്ല പിന്നെ നിങ്ങളെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ ഡെലിവറി സ്കില്ലും പെർഫോമൻസും കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമാണ് ഇവിടെ അവർ നോക്കുക. അപ്പോൾ ഈ സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആഡഡ് സംഗതിയായിട്ട് ക്വാളിഫിക്കേഷൻ ഒരു ക്രൈറ്റീരിയ ആണ്. നിങ്ങളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ എസ്പെഷ്യലി ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ മറ്റുള്ള സ്കില്ല് കൂടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ കയറി പോകാൻ പറ്റും. അത് ആ ഒരു ലിമിറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് തന്നെയാണ് UAE-യിൽ പല യൂണിവേഴ്സിറ്റിയും ഈ ഒരു ഡെവലപ്മെന്റ്, ഈ ഒരു കരിയർ ഇപ്പോൾ വെസ്റ്റ് ലണ്ടൻ്റെ പ്രത്യേകത നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നെ കരിയർ യൂണിവേഴ്സിറ്റി എന്നാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാക്സിമം യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. UK-യിലാണെങ്കിലും പിന്നെ 96% ഓഫ് സ്റ്റുഡൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് ദേ ആർ ഗെറ്റിംഗ് എംപ്ലോയ്മെന്റ് വിത്തിൻ 6 months. അതാണ് ഇപ്പോൾ UK-യിൽ കരിയർ ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പിന്നെ ലേറ്റസ്റ്റ് ടെക്നോളജി, മെഷീൻ ലേണിംഗ്,
പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതൊക്കെ UG പ്രോഗ്രാംസിൽ മൊഡ്യൂൾസ് ആയിട്ട് വരും. ഇപ്പോൾ സർ ഇപ്പോൾ എത്രത്തോളമാണ് ഒരു കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അനിവാര്യമാകുന്നത്, എസ്പെഷ്യലി ഇൻ ആൻ എക്കോണമി, ഇൻ ടുഡേയ്സ് എക്കോണമി? അതായത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഗ്രാജുവേറ്റ് ആയി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി, പിന്നെ നമ്മൾ ഒരു നീണ്ട കാലത്തേക്ക് വി ആർ ഇൻ എ കരിയർ, വി ആർ ഇൻ ജോബ്സ്, വി ആർ സ്വിച്ചിങ് ജോബ്സ്. പക്ഷേ എന്നാലും ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി വീണ്ടും പഠിക്കുക അല്ലെങ്കിൽ അപ്സ്കിൽ ചെയ്യാനുള്ള കോഴ്സസ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൗ ഇമ്പോർട്ടൻറ്റ് ഡു യു തിങ്ക് ദാറ്റ് ഈസ്? അല്ല, അത് പൊതുവേ അത് യൂഷ്വലി ഇവിടെ അതും ഒരു ഘടകമാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ലണ്ടൻ ഫൈൻ, അതിനു മുമ്പ് നമ്മൾ വിസ്റ്റം എഡ്യൂക്കേഷൻ എന്നുള്ളത് മറ്റൊരു ഡിവിഷനാണ്. വിസ്റ്റം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അറൌണ്ട് 30 years മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു വെഞ്ചറാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആണ് വിസ്റ്റം എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ട്. ഇതൊരു ബ്രാഞ്ച് ക്യാമ്പസ് മീൻസ് UK പഠിക്കുന്ന അതേ സ്റ്റാറ്റസ് ആണ് UAE പഠിച്ചാൽ കൂട്ടാ. ജസ്റ്റ് ലൈക്ക് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ദുബൈയിൽ കാണാം, ഹെരിയറ്റ് വാട്ട് കാണാം, കാണാം. അതുപോലെ അപ്പോൾ SPJ അല്ല, വേറെ മോഡലാണ് അല്ലേ? ബ്രാഞ്ച് ക്യാമ്പസ് അക്കാഡമിക്സിൽ കാണുന്ന വലിയ ഒരുവിധം യൂണിവേഴ്സിറ്റിയുടെ ബ്രാഞ്ചാണ്. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇവിടുന്ന് ഇപ്പൊ ഇവിടെ ഇത്രയും അധികം അക്രഡിറ്റഡ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്, പക്ഷേ ഇവിടുന്ന് ലണ്ടനിൽ പോയൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ പോയി പഠിക്കുന്ന ഒരുപാട് പിള്ളേരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പോകുന്നവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അതിൽ പിന്നെ ഇവിടുന്ന് പഠിക്കുമ്പോഴും UK പോയി പഠിക്കുമ്പോഴും, ഫോർ എക്സാമ്പിൾ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ലണ്ടൻ ഫൈൻ, നമ്മളിപ്പോൾ പറയാം UK പഠിച്ച ആ സ്റ്റാറ്റസ്, ആ സർട്ടിഫിക്കറ്റ്, ആ ക്വാളിറ്റി ഒക്കെ ഇവിടെ നിന്ന് അവർക്ക് കിട്ടുന്നുള്ളൊരു ആസ്പെക്റ്റ് ഉണ്ട് അക്കാഡമിക് സൈഡ്. കാരണം എന്താ വെച്ചാൽ ബ്രാഞ്ച് ക്യാമ്പസിൻ്റെ പ്രത്യേകത, യൂണിവേഴ്സിറ്റി ഇപ്പോൾ യൂണിവേഴ്സിറ്റി വെസ്റ്റ് ലണ്ടൻ്റെ പിന്നെ ക്രൈറ്റീരിയ എന്തൊക്കെയാണോ, ഫാക്കൽറ്റി ആണെങ്കിലും ശരി, ലാബ് സ്പെസിഫിക്കേഷൻ ആണെങ്കിലും ശരി, അപ്പോൾ ഏതൊക്കെ രീതിയിലാണോ പാരന്റ് ക്യാമ്പസ് അക്കാഡമിക് ഡെലിവറി ചെയ്യുന്നത്, ആ ക്വാളിറ്റി അതേപോലെ ഡിറ്റോ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ബ്രാഞ്ച് ക്യാമ്പസ് കംപ്ലീറ്റ് ഒബേ ചെയ്യണം. എന്നാലേ പിന്നെ കാരണം ദി സർട്ടിഫിക്കറ്റ് ഇസ് സെയിം. അല്ല, നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ അവിടെ ഈ ലേണിംഗ് സ്കിൽസ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കരിയർ ഓറിയന്റഡ് ആയിട്ട് ഒരു കോഴ്സിനെ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ വന്ന കാലത്ത് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് മലയാളം ചിന്തിച്ചിരുന്ന പോലെ ഒരു കൺവെൻഷണൽ ഡിഗ്രി എടുക്കുക, ഡിഗ്രിക്ക് ശേഷം ഏതെങ്കിലും മേഖലയിൽ ജോലിക്ക് കയറിയ ശേഷം പഠിക്കുക, ആ ഒരു പരിപാടിയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് 100% കരിയർ ഓറിയന്റഡ് ആയിട്ട് തന്നെ കോഴ്സ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളിപ്പോൾ വെസ്റ്റ് ലണ്ടൻ്റെ സൈറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കാണാം ഒരുപാട് ഓൺലൈൻ ലേണിംഗ് ടൂൾസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ മക്മിലിയൻ സ്കിൽസ് പോലെ, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡ് അല്ലേ, ലിങ്ക്ഡിൻ ലേണിംഗ് സ്കിൽസ് പോലെ, എന്തായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി ഡിസൈൻ ചെയ്യുന്നതിന്റെ പിറകിലെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു? ബ്ലാക്ക് ബോർഡ് ആക്ച്വലി പാരന്റ് ക്യാമ്പസിന്റെ ഒരു ഓൺലൈൻ സിസ്റ്റം ആണ് ബ്ലാക്ക് ബോർഡ് എന്നുള്ളത്. കുട്ടികൾക്ക് കംപ്ലീറ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഓൺലൈൻ എടുക്കാം. എനിവേ ദേ ഹാവ് ദി ഫേസ് ടു ഫേസ് ക്ലാസ്സസ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനും വളരെയധികം പിന്നെ പോപ്പുലർ ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു UK. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ഞാൻ ആൻസർ ചെയ്യാത്തൊരു സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് കുട്ടികൾ ഒരു UK യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് UK നമ്മൾ പഠിക്കുന്നത് വ്യത്യാസം. അതിൽ പിന്നെ കാര്യമായിട്ട് പിന്നെ എനിക്ക് മനസ്സിലാകുക എന്താ വെച്ചെങ്കിൽ UK നിങ്ങൾ പോകുമ്പോൾ കിട്ടുന്ന ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി നമ്മൾ പിന്നെ UK പോകുമ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റി 10% മറ്റേ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ എക്സ്പോഷറും ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ഒക്കെ ടോട്ടലി ഡിഫറെൻറ്റ്. ഇവിടെ UAE UK യൂണിവേഴ്സിറ്റി നിങ്ങൾ എവിടെ പോയാലും അപ്രോക്സിമേറ്റ്ലി 50%-നേക്കാൾ കൂടുതൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ, കാരണം 50% മുകളിൽ NRIs ആണല്ലോ. അല്ല, നമ്മൾ പക്ഷേ അതിന്റെ നേരെ പാരലി നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോയി അവിടെ ശരിക്കും പറഞ്ഞ് ഇങ്ങനെ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ഒരു എക്സ്പെൻസ് അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് അല്ലല്ലേ, അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ട് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഇവിടെ UAE തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടൻ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരു പേരന്റ് ക്യാമ്പസിൽ പോകുന്നതിനേക്കാൾ ഇവിടെ ചെയ്തുകൂടെ അല്ലേ? അതെ ഇല്ല, UK നിങ്ങൾ ഒരു കോഴ്സിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഓഫർ ചെയ്യുന്ന പിന്നെ കോഴ്സ് അപ്രോക്സിമേറ്റ്ലി യു ഹാവ് ടു പേ അറൌണ്ട് £14,000. അപ്പോൾ അത് ഏകദേശം £70,000 dirhams യു ഹാവ് ടു പേ ഫോർ ദി യൂണിവേഴ്സിറ്റി കോഴ്സ് ഒരു വർഷം. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ കൂടുതലാണ്. വിത്തൗട്ട് £5,000 dirhams പെർ മന്ത് യു കാനോട്ട് അഫോർഡ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം നിങ്ങൾ ഓൾമോസ്റ്റ് ഒരു £120,000 dirhams സ്പെൻഡ് ചെയ്യാണ് UK. അപ്പോൾ ഇവിടെയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് എ കോഴ്സ് ഫോർ 25,000-30,000. ഇവിടെ യൂണിവേഴ്സിറ്റി റാസൽ ഖൈമ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ UK അല്ല UAE ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി തുടങ്ങാനുള്ള പിന്നെ പെർമിഷൻ ഉള്ളത് ദുബായ് അക്കാഡമിക് സിറ്റിയിലും
റാസൽ ക്യാം അക്കാഡമി സോണിലുമാണ്. ഓക്കെ ഓക്കെ. മറ്റുള്ള എമിറേറ്റ്സിലൊന്നും ഫോറിൻ യൂണിവേഴ്സിറ്റി ബ്രാഞ്ച് ക്യാമ്പസ് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. മറ്റുള്ള എമിറേറ്റ്സിൽ അപ്രൂവൽ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ കുട്ടികളുടെ കരിയറിനെ കുറിച്ച് ഒരുപക്ഷെ കുട്ടികൾക്കുള്ളതിനേക്കാൾ കൺസേൺ പാരന്റ്സിനായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ പ്ലസ് 2 ഒക്കെ റിസൾട്ട്സ് ഒക്കെ വന്നു തുടങ്ങി, അല്ലെങ്കിൽ റിസൾട്ട്സ് ഒക്കെ വന്നതിന് ശേഷം അപ്പോൾ ആ പാരന്റ്സിനോട് ശരിക്കും പറഞ്ഞാൽ ഒരു പോയിന്റ് ഓഫ് സജഷൻ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും? അത് പാരൻസ് ആക്ച്വലി ഒരു മെജോറിറ്റി ഓഫ് പാരൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ് തന്നെ കുട്ടികളെ പരമാവധി UAE-യിലുള്ള ആൾക്കാർ UAE-യിൽ പഠിപ്പിക്കണം എന്നാണ്. ഒരുപക്ഷെ നാട്ടിൽ മുമ്പത്തേക്കാൾ കൂടുതൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റുള്ള മീഡിയ, ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നമ്മൾ മീഡിയയിൽ ഉള്ളവർ തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകുന്ന പ്രൊഫഷണൽ കോഴ്സിന് പോയി ഡെഡിക്കേറ്റഡ് ആയിട്ട് 2-3 വർഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ ഒരു കാറ്റഗറി മാറ്റി നിർത്തിയാൽ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും പ്രിഫർ ചെയ്യുന്ന ഇവിടെ പഠിക്കാൻ. എല്ലാ യൂണിവേഴ്സിറ്റിക്കും അത്യാവശ്യം നല്ല അഡ്മിഷൻ വരുന്നുണ്ടല്ലോ. ഹൗ മെനി യൂണിവേഴ്സിറ്റി, ദുബായിൽ എത്രയോ യൂണിവേഴ്സിറ്റി വന്നല്ലോ. ഈ നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ലൈക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് എത്രയായിരിക്കും ഒരു മിനിമം സാലറി, ഒരു സ്റ്റാർട്ടിങ് ഒരു മിനിമം എന്നുള്ള രീതിയിൽ എത്ര കിട്ടുമായിരിക്കാം? ഡിപ്പെൻസ് ആക്ച്വലി. ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ കോഴ്സിന് അത് ഡിപ്പെൻസ് ഓൺ ദി കോഴ്സുമാണ്, ഡിപ്പെൻസ് ഓൺ ദെയർ സ്കില്ലുമാണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ UAE-യിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ്. പിന്നീട് അവർ സ്കില്ലാണ് അവരെ പിന്നെ എവിടെ എത്തിക്കാൻ. മീൻ അത് 4,000 to 5,000 മുതൽ ഇറ്റ് മേ റീച്ച് 15,000 to 20,000 ഡിപ്പെൻസ്. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് ദേ ഹാവ് ടു കോംപ്രമൈസ്. ഇനീഷ്യലി സാലറിയേക്കാൾ ഉപരി അവരെ ജോബ് ഏത് സെഗ്മെന്റിലാണ്, ഏത് മേഖലയിലാണ് സ്റ്റാർട്ടിംഗ് എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ ഗ്രോത്ത് നോക്കിയിട്ട് സ്റ്റാർട്ടിംഗ് എനിവൺ ഹാസ് ടു ഡു എ കോംപ്രമൈസ്. പക്ഷെ ഗൾഫിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ലാംഗ്വേജ് സ്കില്ലുണ്ട്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നല്ല പ്രസന്റേഷൻ സ്കില്ലുണ്ട്. അപ്പൊ ആ ഡിഫറൻസ് ഇന്റർവ്യൂ ഇപ്പൊ നമ്മളിപ്പോ പിന്നെ അവിടെ കരിയർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ മാത്രമല്ല, കുട്ടികൾക്ക് നമ്മൾ വി വിൽ ഗോ ഫോർ മോക്ക് ഇന്റർവ്യൂസ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പരമാവധി വി യൂസ് ടു ട്രൈ ടു ഡെവലപ്പ് ദെയർ സ്കിൽ. അത് വെച്ചിട്ട് അവർക്ക് കയറാൻ. അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും അവർക്ക് അവരുടെ ഒരു ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഒരു നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമീപിക്കാവുന്ന അഡ്വൈസ്. അതൊരു ഷോർട്ട് കോളേജ് ടൂർ പോലെ തോന്നി കാണും എല്ലാവർക്കും. ചെറിയൊരു ടോക്ക് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റ് ലണ്ടനിൽ അല്ലെങ്കിൽ എവിടേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഡയറക്റ്റ്ലി നമുക്ക് അവിടേക്ക് എത്തി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിഫിക്കേഷൻസ് എല്ലാം കൊടുക്കാൻ പറ്റും. ഇവിടെ വേറൊരു പ്രത്യേകത, ദുബായ് അക്കാഡമിക് സിറ്റിയിലുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി, റാസൽ ക്യാം അക്കാഡമിക് സോണിലാണെങ്കിലും ശരി, ഐ മീൻ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്ങോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിലോ മേക്സ് നോ ഡിഫറൻസ്. ദുബായ് അക്കാഡമിക് സിറ്റി ആ ഒരു ഗ്ലാമർ ക്യാമ്പസിന്റെ ആംബിയൻസ് വെച്ചിട്ട് അവിടെ ഫീസ് കൂടുതലാണ്. പക്ഷേ കുട്ടികൾക്ക് ഒരു അഫോർഡബിൾ ഫീസിൽ പോകണമെങ്കിൽ റാസൽ ക്യാം അക്കാഡമിക് സോണിൽ പോവാം. ഈക്വലി ഗുഡ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നമ്മളെ UK റാങ്കിങ് 32 ആണ്. ആക്ച്വലി ഈ UAE-യിലുള്ള മൊത്തം UK യൂണിവേഴ്സിറ്റി നോക്കുകയാണെങ്കിൽ വി മൈറ്റ് ബി ടോപ്പ് 2 or 3. Ranking important ആണ് അല്ലേ? Absolutely. അപ്പോൾ എന്തായാലും thank you Mr. Medrafi for this wonderful talk. Short but really informative. അല്ലേ? Thank you.